1853 ആഗസ്റ്റ് മാസം 25-ാം തീയതി ഭരണി നക്ഷത്രത്തിൽ തിരുവനന്തപുരം കണ്ണമൂലയിൽ കൊല്ലൂർ ഗ്രാമത്തിൽ മാവേലിക്കര താമരശ്ശേരി ഇല്ലത്തെ വാസുദേവൻ നമ്പൂതിരിയുടെയും ഉള്ളൂർക്കോട്ട് തറവാട്ടിലെ നങ്ങേമപ്പിള്ളയുടെയും സീമന്തപുത്രനായി ശ്രീ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ ഭൂജാതനായി. ഭാരതത്തിന് അദ്വൈതം എന്ന അമൃത് സമ്മാനിച്ച ശങ്കരാചാര്യർക്ക് ശേഷം കേരളത്തിൽ അറിവിന്റെ പാലാഴി മഥനം നടത്തിയ യുഗപുരുഷൻ ചട്ടമ്പി സ്വാമികൾ. വിദ്യ നിഷേധിക്കപ്പെട്ട് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട വലിയ ഒരു ജനസമൂഹത്തിന് അറിവിന്റെ വെളിച്ചം പകർന്ന വിപ്ലവമാണ് ചട്ടമ്പി സ്വാമികൾ നിർവഹിച്ചത്. കാലഘട്ടം ഹൃദയത്തിലേറ്റിയ സ്വാമി വര്യൻ. അദ്ദേഹം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആ പഴയ കേരള സമൂഹമാകട്ടെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പുതുതലമുറയ്ക്ക് ഇനി എത്ര പരിചയപ്പെടുത്തിയാലും മനസ്സിലാകാത്ത വിധത്തിൽ വിദൂര വിസ്മൃതിയിലായി കഴിഞ്ഞു. നാം സഞ്ചരിച്ച ആ ദീർഘദൂരങ്ങളെ ഓർമ്മിക്കുക എന്നത് നമ്മുടെ കടമയാണ്. കാരണം ആ ഭൂതകാലം ചിലപ്പോഴെങ്കിലും നമ്മുടെ വർത്തമാനത്തിന്റെ വാതിലിൽ മുട്ടിവിളിക്കാറുണ്ട്. നമ്മെ നന്മയിലേക്ക് നയിച്ച ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾക്കും നമ്മുടെ മനസ്സിൽ ഒരിടമുണ്ട്. അദ്ദേഹം വെച്ച് നീട്ടിയ അറിവിന്റെ സുഗന്ധ പുഷ്പങ്ങൾ ഈ ലോകമാകെ സുഗന്ധം പരത്തട്ടെ. ഈശ്വരൻ മഹത്തായ 2 കാര്യങ്ങളെ രചിച്ചിട്ടുള്ളൂ. ആദ്യത്തേത് നാം ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം, രണ്ടാമത്തേത് ശബ്ദപ്രപഞ്ചമായ വേദങ്ങളും അറിവുകളും. ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചാൽ അതിൽ നിന്ന് മൂന്നാമതൊരു കാവ്യം ജനിക്കും. അത് സുന്ദരവും ആനന്ദപൂർണവുമായ സമത്വ കേരളത്തിന്റെ ആത്മാവിന് അഗ്നിശുദ്ധിയും ദിശാബോധവും പകർന്ന ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ജീവിതകാവ്യമായിരിക്കും. നിക്ക അങ്ങോട്ട് ദൂരേക്ക് മാറി നിൽക്കുക. ശുദ്ധമാക്കാൻ ആ ചെറുക്കന്റെ ഭാവം. ദൂരേക്ക് മാറി നിൽക്കുക. ശപ്പൻ കുട്ടികളോട് അങ്ങനെ ഒന്നും പറയാതിരിക്കുക. എങ്ങനെയാ പറയാതിരിക്കുക? കണ്ട കീഴ്ജാതി കുട്ടികളുമായിട്ടല്ലേ കൂട്ട്. തൊട്ടും തൊടത്തിയും വന്ന് എന്നെ തൊട്ടാ ശുദ്ധമാക്കാൻ ഞാൻ സമ്മതിക്കണോ? അവന്റെ കുട്ടിത്തം കൊണ്ട് അറിഞ്ഞു അറിയാതെയും വല്ലതും ഒക്കെ കാട്ടിക്കൂട്ടിയാൽ അതങ്ങോട്ട് ക്ഷമിക്കുക. കുഞ്ഞൻ നമ്മുടെ മോനല്ലേ. കേൾക്ക, എനിക്ക് അവനോട് ഒരഹിതവും ഇല്ല കേട്ടോ. അവൻ നന്നാവട്ടെ എന്ന് മാത്രമേ മോഹമുള്ളൂ. അതുകളെ ഓരോന്ന് പറഞ്ഞും കാട്ടിയും കലശല് കൂട്ടുന്നവരുണ്ടേ. അയിത്തമുണ്ട്, പെലയുണ്ട്. അല്ല, ഇവനിതൊന്നും നിശ്ചയില്ലാന്നുണ്ടോ? കീഴ്ജാതി കുട്ടികളോടൊപ്പം കളിക്കാൻ പോണ്ടെന്ന് പറഞ്ഞാലും ചൊല്ലിയാലും കേൾക്കൂല. ഗുണദോഷി ഞാൻ മടുത്തു. പൂവെറുക്കാൻ അന്യജാതി കുട്ടികളാ കൂട്ട്.
ഞാനിപ്പോ എന്താ ചെയ്യാ? അവന്റെ കാതിലങ്ങോട്ട് ഓതിക്കൊടുക്കുക. അവനെ ജനിപ്പിച്ച ഞാൻ ബ്രാഹ്മണനാണെന്ന കേൾക്ക. ഞാൻ മേജാതി ബ്രാഹ്മണൻ. വേറെ അധികാരങ്ങളൊന്നുമില്ല കേട്ടോ. ഈ വീതം കിട്ടിയ പടച്ചോറെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുക. വഷളൻ. എനിക്ക് എന്റെ അച്ഛനെ തൊടാൻ മേലെ. ഞാൻ അച്ഛന്റെ മോനല്ലേ? നിഷേധി, അവന്റെ ചോദ്യം കേട്ടില്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടോ? ശുംഭൻ. വാടാ കുഞ്ഞ, നമുക്ക് പോവാം. അമ്മ പോ, ഞാൻ വരണില്ല. അച്ഛൻ മനസ്സ് വിഷമിപ്പിച്ചിട്ടാ പോയത്. കണ്ടില്ലേ, നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയ എനിക്ക് പ്രാന്ത് പിടിക്കൂടാ മോനെ. എണീറ്റ് വാ. നമുക്ക് ഈ ജാതി മതമൊന്നും വേണ്ടമ്മേ. നീ എന്താടാ ഈ പറയണത്? വേറെ ആരും കേക്കണ്ട നിന്റെ ചെറിയ വായിലെ വലിയ വർത്താനം. നിനക്ക് എന്താടാ കുഞ്ഞ? അമ്മേ, ഞാൻ പറഞ്ഞത് കേക്ക്. നമുക്ക് ഈ ജാതി മതമൊന്നും വേണ്ടാന്ന്. എന്റെ കൂട്ടുകാരോടൊപ്പം കളിച്ച ഞാൻ എങ്ങനെ അശുദ്ധനാകും? എന്റെ അച്ഛനെയും അമ്മയും തൊട്ടാ എങ്ങനെ അശുദ്ധനാകും? അമ്മ പറയേ. നമ്മളെല്ലാരും മനുഷ്യരല്ലേ? ഇവൻ എന്താ ഇത്? ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഇതൊക്കെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കണത് നമ്മളാണോടാ കുഞ്ഞ? അല്ലാതെ പിന്നെ ആരാ അമ്മയെ തീരുമാനിക്കണത്? നമുക്കത് വേണ്ടെന്ന് നമുക്കങ്ങ് നനച്ചാ പോരെ? ഞാൻ എന്റെ കൂട്ടുകാരോട് ഇനിയും കൂട്ടുകൂടും. ഞാൻ സമ്മതിക്കൂല. ഡാ, അവരെല്ലാം കീഴ്ജാതിക്കാരാടാ പൊട്ട. ദൈവഭയവും ധർമ്മവും ഇല്ലാത്തവര്. ഉരുളി എടുത്തോണ്ട് വാ. വാ, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. കഥേ? എന്ത് കഥ? ആറ്റുകാലമ്മയുടെ, പതിവ്രതയായ കണ്ണകിയുടെ. പുരുഷാധികാരത്തിനെ ചോദ്യം ചെയ്ത് സ്ത്രീയുടെ അഭിമാനവും അന്തസ്സും സംരക്ഷിച്ച ഈ നാടിന്റെ തന്നെ ദേവതയായി മാറിയ ആറ്റുകാലമ്മയുടെ കഥ. കാവേരി പൂമ്പട്ടണത്തിലെ അതിസുന്ദരിയായ കണ്ണകി എന്ന കന്യകയെ ധനികനായ കോവലൻ വേളി കഴിക്കുന്നു. സന്തോഷത്തോടെ കഴിയവേ മാധവി എന്ന ഒരു നർത്തകിയിൽ ഭ്രമിച്ച കോവലന്റെ ധനമെല്ലാം നശിക്കുന്നു. അപ്പോൾ കണ്ണകി തന്റെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ കോവലന് നൽകി. അത് വിറ്റ് വ്യാപാരം ചെയ്യാൻ കണ്ണകിയും കോവലനും മധുരയ്ക്ക് പോയി. പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയനായിരുന്നു മധുര ഭരിച്ചിരുന്നത്. അക്കാലത്താണ് രാജ്ഞിയുടെ ചിലമ്പുകൾ മോഷണം പോയത്. കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ പോയ കോവലനെ കള്ളനെന്ന് കരുതി ഭടന്മാർ പിടികൂടി രാജാവിന്റെ ആജ്ഞയനുസരിച്ച് കോവലന്റെ ശിരസ് ഛേദിച്ചു. ഇതിൽ കോപാകുലയായ കണ്ണകി മധുര നഗരത്തെ തന്റെ പാതിവൃത്യത്താൽ ചുട്ടെരിച്ചു. മഹാപാപം ചെയ്ത പാണ്ഡ്യന്റെ പെരുന്തേവി, ഞാൻ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുകൊള്ളുക. മഹാപാപികൾ വസിക്കും ഈ നഗരം, സത്യധർമ്മങ്ങൾ വെടിഞ്ഞ ഈ പട്ടണം കണ്ണകിയുടെ പാതിവൃത്യത്താൽ കത്തി ചാമ്പലാകട്ടെ. കണ്ണകി, നിന്നോട് അധർമ്മം കാട്ടിയ ഈ നഗരം അഗ്നിക്കിരയാകും. ആർക്കൊക്കെ രക്ഷ നൽകണമെന്ന് നീ തന്നെ പറയുക. ബ്രാഹ്മണർ, മുനിമാർ, ഗോക്കൾ, പതിവ്രതമാർ, വൃദ്ധജനങ്ങൾ, ബാലിക ബാലികന്മാർ എന്നിവരെ ഒഴിച്ച്